ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കണമേ. പല കുടുംബങ്ങളിലും വാടകയ്ക്ക് താമസിച്ച് ഒരു നേരം വാടക കൊടുക്കാൻ ബുദ്ധിമുട്ട് കിടക്കുന്ന പല ഭവനങ്ങളും ഉണ്ട്. 1 സെന്റ് സ്ഥലം മതി. ഇന്നെന്നെ ചേച്ചി ഇന്നൊരു 5 പേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ വാടകയ്ക്കാ താമസിക്കുന്നത്. 15 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. 23 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന ഒരമ്മയും മകനും, 12 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരമ്മയും മകനും. അപ്പം വാടകയ്ക്ക് താമസിക്കുന്നെങ്കിലും വാടക കൊടുക്കുന്നെങ്കിലും എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്വന്തമായി 1 സെന്റ് ഭവനം വേണം. ഇന്ന് ഒരു 33 വയസ്സുള്ളൊരു മോളാണ്. അവളെന്നോട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് 1 സെന്റ് സ്ഥലം മതി, 3 സെന്റ് സ്ഥലം മതി. ആ 3 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് വെക്കാനുള്ള പൈസ കിട്ടും. ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണേ. ചേച്ചി പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഈശോയെ വിശ്വസിച്ചോളാം. ഞാനൊരു മുസ്ലിമാണ്. പക്ഷെ ചേച്ചി ഒരു ഹിന്ദുവായ ചേച്ചിക്ക് ഇത്രയും വിശ്വാസം, ചേച്ചിയോട് ഇത്രയും പേര് പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറയുന്നെങ്കിൽ ചേച്ചി എൻ്റെ കാര്യം ഒന്ന് സാധിക്കണേ, എനിക്കൊരു വീട് വാങ്ങാനൊന്ന് പ്രാർത്ഥിക്കണേ. അപ്പൊ ഇന്ന് നമുക്ക് ഈശോയുടെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവരെല്ലാവരും, എൻ്റെ പ്രാർത്ഥന യേശുപ്പന്റെ നാമത്തിലാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു വചനമാണ്. പരിശുദ്ധാത്മാവിനോട് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. പല പ്രാവശ്യം കർത്താവിനോട് ചോദിച്ചു, പിതാവേ ഞാൻ എന്താണ് പറയേണ്ടത്, എനിക്കറിയില്ല, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പല പ്രാവശ്യം ചോദിച്ചിട്ടും കണ്ണടച്ച് കാണിക്കുന്നു. അവസാനം കർത്താവ് പറഞ്ഞു, ജെറമിയ 32:44 സ്ഥലം വാങ്ങാനും വീട് വെക്കാനും കടബാധ്യതകൾ മാറാനും എല്ലാവർക്കും ജെറമിയ 32:44 വായിക്കാൻ. അത് ദിവസം ഒരു 5 പ്രാവശ്യം പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്നവർക്ക് ഉറപ്പായിട്ടും മാക്സിമം ഒരു 6 മാസത്തിനുള്ളിൽ 1 സെന്റ് സ്ഥലം മേടിക്കാനുള്ള അനുഗ്രഹം കർത്താവ് നൽകിയിരിക്കും. അത് ഉറപ്പാണ്. ജെറമിയ 32:44. അവൻ ബെഞ്ചമിൻ ദേശത്ത് ജെറുസലേമിലേക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളും യൂദായിലും മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗേബയിലുള്ള പട്ടണത്തിലും നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരമെഴുതി മുദ്രവെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിക്കും. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും. കർത്താവാണ് പറയുന്നത്. അതെ, കർത്താവ് ആധാരമെഴുതി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇനി ആരെ പേടിക്കാനാണ്? കർത്താവാണ് നമുക്ക് ആധാരം എഴുതി തന്നിരിക്കുന്നത്. അപ്പം സ്ഥലമില്ലേ, വീടില്ലേ, വാടകയ്ക്ക് താമസിക്കുന്ന 1 സെന്റ് സ്ഥലം വേണോ എന്നാഗ്രഹിക്കുന്ന ആരുണ്ടെങ്കിലും ഈ വചനം കേൾക്കുന്ന നിമിഷം തന്നെ കർത്താവ് ആ ഒരു നിമിഷം, കേൾക്കുന്ന ആ സെക്കൻഡ് നിമിഷം യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വചനം കേൾക്കുന്ന ആ സെക്കൻഡ് നേരം പരിശുദ്ധ അഭിഷേകം നടന്നിരിക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം ഞാൻ യേശുവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ വീടിന് വേണ്ടി ബുദ്ധിമുട്ടുന്നോ അവരെ എല്ലാവരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നേ ഓർത്ത് നന്ദി പറയുന്നു പിതാവേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ സ്തുതിയായിരിക്കണമേ. ആമേൻ.